ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി മണ്ണെടുത്തതിനെ തുടർന്ന് ഇടുക്കി അടിമാലി കൂമ്പൻപാറയിൽ 2 കുടുംബങ്ങൾ അപകടാവസ്ഥയിൽ. പാതയ്ക്ക് വീതി കൂട്ടുന്നതിനായി മണ്ണ് നീക്കം ചെയ്തതിന് പിന്നാലെ കനത്ത മഴ പെയ്തതിനാൽ ഇവരുടെ വീട്ടുമുറ്റം ഇടിഞ്ഞു താണു. കൂമ്പൻപാറ ഇടശ്ശേരി വളവിന് സമീപമാണ് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത ഭാഗങ്ങളിൽ പാതയോരം ഇടിഞ്ഞ് വീടുകൾ അപകടാവസ്ഥയിലായിരിക്കുന്നത്. കൂമ്പൻപാറ സ്വദേശികളായ തുറവയ്ക്കൽ മനോജ്, പറപ്പാട്ട് സുബൈർ എന്നിവരുടെ വീടുകളുടെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീണത്. ചെങ്കുത്തായി മണ്ണ് നീക്കം ചെയ്തതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ദേശീയപാത വികസനത്തിന് വേണ്ടി നമ്മുടെ സംരക്ഷണ ഭിത്തിയുടെ സൈഡൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ മഴ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സംരക്ഷണ ഭിത്തിയെല്ലാം ഇടിഞ്ഞു പോവും. വീടും എല്ലാം അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രായമായ ആളുകളും കുട്ടികളുമുള്ള വീടുകളാണ് ഇത് രണ്ടും ഉള്ളത്. നമുക്ക് വീടിന് തന്നെ ഭീഷണിയായിട്ടാണ് ഇപ്പോൾ നിലവിൽ കട്ടിങ് ഇടിഞ്ഞ് നമുക്ക് അപകടാവസ്ഥയിലാണ് നമ്മുടെ വീട് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് അധികൃതർ ഇതിന് ഒരു നടപടികളെടുത്ത് നമുക്ക് സംരക്ഷണ ഭിത്തി കെട്ടിത്തരണമെന്നാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. നിലവിൽ ഇവരുടെ വീടും മുറ്റവും വിണ്ടുകീറിയിരിക്കുകയാണ്. ഇനിയും ശക്തമായ മഴ പെയ്താൽ വീടുൾപ്പെടെ ദേശീയപാതയിൽ പതിക്കുമോ എന്ന ഭയത്തിലാണ് കുടുംബങ്ങൾ ഇവിടെ അന്തിയുറങ്ങുന്നത്. ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർ ഇടപെടൽ നടത്തി തങ്ങളുടെ ദുരിതത്തിന് അവസാനം കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.